സ്വാശ്രയ വിഷയം വീണ്ടും കേരളത്തെ കലുഷിതമാക്കുന്നു. ഇന്റർ ചർച്ച് കൗൺസിലും അമൃത മെഡിക്കൽ സെന്ററും പരിയാരം സഹകരണക്കാരും ചേർന്ന് രംഗം കൊഴുപ്പിക്കുന്നു. ഇതിനിടെ ജനത്തോട് മില്യൺ ചോദ്യം ചോദിക്കുന്നു KM മാണി. കഴിഞ്ഞ 5 വർഷക്കാലം ശ്രമിച്ചിട്ട് ഇവിടെ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയാത്തത് ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞ് ഒരാഴ്ച മസ്കറ്റ് റോഡിൽ 2 ചർച്ചയും കൊണ്ട് നടത്തിയാൽ ഇതെന്താ ഞങ്ങളുടെ കയ്യിൽ എന്താ അതിന് പറയുന്നത്? അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വല്ലതും ഞങ്ങളുടെ കയ്യിലുണ്ടോ? നിക്ക് ഞങ്ങൾ വളരെ ഒരു എളിയ ശ്രമമാണ്. പ്രശ്നം തീർക്കാനുള്ള അത്ഭുത വിളക്ക് ഇപ്പോഴുള്ളത് സ്വാശ്രയ കച്ചവടക്കാരുടെ കയ്യിലാണ്. ഈ വിളക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തതോ മാണി കൂടി മന്ത്രിയായിരുന്ന മുൻ സർക്കാരിലെ മുഖ്യമന്ത്രി AK ആന്റണി. യാതൊരു വ്യക്തതയുമില്ലാത്തൊരു സ്വാശ്രയ നിയമം രൂപപ്പെടുത്തി 2 സ്വാശ്രയം സമം 1 സർക്കാർ എന്ന ഫോർമുലയും കണ്ടുപിടിച്ച AK ആന്റണി എന്ന ഭൂതമാണ് സർക്കാരിന്റെ കയ്യിലിരുന്ന അത്ഭുത വിളക്കിനെ സ്വാശ്രയക്കാരുടെ കയ്യിലെത്തിച്ചത്. അവർ ഇപ്പോൾ അതിൽ അത്ഭുത മന്ത്രം മോദി കോടികൾ കൊയ്യുന്നു. എയർ ഇന്ത്യ പതിവ് തെറ്റിക്കുന്നില്ല. വിമാനം വൈകിച്ചും റദ്ദാക്കിയും യാത്രക്കാരെ എങ്ങനെയൊക്കെ വലയ്ക്കാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനി. എയർ ഇന്ത്യയെ വിശ്വസിക്കാമോ? ഈ യാത്രക്കാലത്ത് ജനങ്ങൾ പ്രതികരിക്കുന്നത് ഇങ്ങനെ. എയർ ഇന്ത്യയിലാണോ സ്ഥിരമായി യാത്ര ചെയ്യാറുള്ളത്? അല്ല, തീർച്ചയായിട്ടും എയർ ഇന്ത്യയിലല്ല യാത്ര ചെയ്യുന്നത്. എയർ ഇന്ത്യ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്? ഇല്ല, വിശ്വാസമില്ല. അവരുടെ ടൈമിങ്ങിന്റെ കാര്യങ്ങൾ വളരെയധികം ഡിലേ ആണ്. പിന്നെ അവരുടെ സർവീസ് വളരെ മോശമായി തോന്നുന്നതുകൊണ്ട് നമ്മൾ അതിലെല്ലാം പോകാറ്. അവരുടെ തീരെ ടൈമിങ് തീരെ പഞ്ചായത്തില്ല. ഞാൻ അതിന് മുമ്പ് സൗദിയിൽ വർക്ക് ചെയ്തിരുന്നത്. അന്നേരം നമ്മൾ അവിടുത്തെ അവരുടെ പാസ്പോർട്ടിൽ കറക്റ്റ് ഡേറ്റ് ഇട്ടിട്ടാണ് അവിടുന്ന് ലീവ് എൻട്രി ചെയ്തേറ്. നമ്മൾ ഈ കറക്റ്റ് ഡേറ്റ് ഇട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ. ഒരു നാളെ സർവീസ് പോകുള്ളൂ. നമ്മൾ പോകുന്ന സമയത്ത് വിസയൊക്കെ എക്സ്പയർ ആയിട്ടുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അതിലെനിക്കിത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ എയർ ഇന്ത്യയിൽ സർവീസ് യൂസ് ചെയ്യാറില്ല. ഒന്നല്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ ഫ്ലൈറ്റിൽ വെച്ചാൽ അത് യൂസ് ചെയ്യാറ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഫസ്റ്റ് ടൈമിൽ UAE വന്നത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ്. പക്ഷേ ഫസ്റ്റ് ടൈമിലുള്ള അനുഭവം തന്നെ എനിക്ക് ബാഡായിരുന്നു. കാരണം ഞാൻ എയർപോർട്ടിൽ എത്തിയത് രാവിലെ 5 മണിക്ക് എന്തോ ആണ്. എന്നിട്ട് ഫ്ലൈറ്റ് ഏകദേശം 3 hours ഡിലേ ആയിരുന്നു. അപ്പം എനിക്കറിയാമായിരുന്നു മറ്റുള്ള ഫ്ലൈറ്റ്സിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. എന്ത് പറ്റി? ഫ്ലൈറ്റിൽ എന്തോ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഡിലേ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് ഓൾമോസ്റ്റ് 1.5 hours അഗെയിൻ ഇരിക്കേണ്ടി വന്നു. AC ഇല്ല. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇനിയും ഫർദർ ഡിലേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഇത് തിരിച്ച് ബോർഡിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചു. പിന്നെ ഓൾമോസ്റ്റ് 1.5 hours കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ബോർഡിങ്ങിലേക്ക് കൊണ്ടുപോയി. ബോർഡിങ്ങിൻ്റെ ആ പ്ലേസ് ഉണ്ടല്ലോ ഇരിക്കാൻ പറ്റുന്നത്, അവിടെ പോയി വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഓൾമോസ്റ്റ് 1:30 ഫ്ലൈറ്റ് 1:30 ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുത്തത്. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ 2 രീതിയിലാണ്. ഒന്ന്, എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഞാനിപ്പോൾ വിളിച്ച് പറയാം എന്നെ ഈ സമയത്ത് ഇവിടെ വന്ന് വിളിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല എൻ്റെ രക്ഷകർത്താക്കൾക്ക് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് അവിടുന്ന് കോൺടാക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പുറത്തുനിന്ന് കുറച്ചുകൂടെ ദൂരെ നിന്ന് വരുന്നവർക്കൊന്നും അറിയില്ല എന്താണ് സ്റ്റാറ്റസ്. ബോർഡിങ് കിട്ടിക്കഴിഞ്ഞാൽ അകത്ത് പോയി കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല. ഇതൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം എയർ ഇന്ത്യ പോലുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അത് ചൂസ് ചെയ്യാൻ മടിക്കുന്ന ഇപ്പം എനിക്കറിയാവുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരാൾക്കാരും ഇപ്പോൾ എയർ ഇന്ത്യ യൂസ് ചെയ്യാറില്ല. വെരി സിമ്പിൾ റീസൺസ്. അവരുടെ സർവീസ് പ്രോപ്പറല്ല. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും പറയുന്ന ഒരു പ്രോബ്ലം ഞാൻ കേട്ടിട്ടുള്ളത് ടൈമിംഗ് ആണ്. ഞാനൊരു ഫ്രീക്വൻറ്റ് ട്രാവലറാണ്, എന്നിട്ട് പോലും ഞാൻ മറ്റുള്ള ഫ്ലൈറ്റ്സിനെ ആശ്രയിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഈ സർവീസ് തന്നെയാണ്. ഇപ്പം സർവീസ് നന്നായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എയർ ഇന്ത്യ തന്നെ എയർ ഇന്ത്യയിൽ തന്നെ ട്രാവൽ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി നമ്മൾ ഇത് ചെയ്യുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. When you say Air India, it represents my country India, and they are one of the oldest as of date, and they are supposed to be, or they are the national carriers. But if you see as of today with other private airlines, their service is absolutely nowhere. You see whatever happened in Egypt, instead of Air India going and picking our citizens from there, it's a private airline which is going and picking it up. You understand? The name as such in Air India, when you say, the name itself is representing a country. And personally speaking also, I mean, there was a time, say year and a half back, I had taken a flight from, say, Bombay to Dubai. And the kind of service that we get from the crew staff, that is also not up to the expectation.
I'm talking of my own experience. I was traveling in this particular flight, as I said, from Bombay to Dubai, and I had got the middle seat. There was somebody who was sitting on the window, and that particular person, he didn't had any impressive dressing, so to say. Probably he was from this labor industry or something, but the kind of treatment that I got from the cabin crew and the kind of treatment that he got, there was a difference. Though we both were taking the same flight, and probably we both had paid the same amount of whatever air charges, he was asked whether he wants veg or non-veg, and instead of politely giving to him, though he was sitting a little far away, the food was almost like thrown to him. You understand, this was the kind of service like which I felt bad, and though I wanted to raise a complaint, but then there was no feedback session, or there was no feedback form where I could mention that. So this is something which really hurted me at that point of time. മലയാളി സമൂഹത്തിന് അഭിമാനിക്കാനുള്ള ചിലതൊക്കെ നടന്നു പോയ വാരത്തിൽ. മലയാളിയുടെ ബ്രാൻഡായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ 2 ഗ്ലോബൽ താരങ്ങളെയാണ് ഷോറൂം ഉദ്ഘാടനത്തിനെത്തിച്ചത്. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മർഡോണയും ഹോളിവുഡ് ബോളിവുഡ് താരമായ മല്ലിക ഷെരാവത്തും ചേർന്നാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ദുബൈ കരാമ ശാഖ ഉദ്ഘാടനം ചെയ്തത്. മലയാളിയുടെ പുതിയ സംരംഭങ്ങൾക്ക് ആശംസകൾ നേരുന്നു ലൗഡ് സ്പീക്കർ. പ്രവാസിയുടെ പുതിയ മുന്നേറ്റം അനിവാര്യമാണെന്ന ബോധം UAE ഉടലെടുത്തിരിക്കുന്നു. ലൗഡ് സ്പീക്കർ മുന്നോട്ട് വെച്ച ഈ ആശയത്തോട് നിരവധി പേർ അണിചേരുന്നു. UAE മുതിർന്ന വ്യവസായിയും പ്രമുഖ വ്യക്തിത്വവുമായ ശ്രീ കരീം വെങ്കടൻ ഇത്തരമൊരു മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ ഒരുപാട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്രവാസികളാണെന്ന് പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ഗവൺമെന്റിന്. ഇത് നമ്മുടെ മിഥ്യാബോധങ്ങളാണ് അതൊക്കെ. അതായത് സംഘടനകളുടെ എണ്ണം നോക്കരുത്. ഇവിടെ സംഘടനകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പിടിയും കിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം ഈ നമ്മുടെ രാഷ്ട്രീയം മാറ്റി നിർത്താൻ. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാൻ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഈ രാഷ്ട്രീയം തൽക്കാലം പ്രവാസികൾക്ക് മാറ്റി വയ്ക്കണം ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ രാഷ്ട്രീയം മാറ്റി വയ്ക്കുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്ട്രെങ്ത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ ഒന്നും വേണ്ട. നമ്മുടെ സ്ട്രെങ്ത്ത് പ്രവാസികൾ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ മുഖം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒരിക്കലെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമേ ഈ പറഞ്ഞത്. ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഗവൺമെൻറ് താങ്കൾ പറഞ്ഞല്ലോ പ്രവാസികൾക്ക് പ്രത്യേകിച്ചൊന്നും ഗവൺമെൻറ് അനൗൺസ് ചെയ്തില്ല എന്നുള്ളത്. ശരിയാണ്. ഈ ഗവൺമെൻറ് എല്ലാ ഗവൺമെൻറ് അങ്ങനെ ചെയ്യുക. അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ഇന്ന് പ്രവാസികളില്ലെങ്കിൽ കേരളത്തിൻ്റെ ബഡ്ജറ്റ് മാത്രം കണക്ക് കൂട്ടി നിങ്ങൾ ഇന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നത് സംഭവിക്കുന്നു. നമ്മളില്ലെങ്കിൽ, പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയല്ലേ, ഈ നമ്മളില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതി നമുക്കൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. അന്ന് കുവൈറ്റും ഇറാഖായിട്ട് യുദ്ധം ചെയ്ത് നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളെ കംപ്ലീറ്റ് നാട്ടിൽ ടാക്സികൾ ഓടാതെ വന്നു, ബിസിനസ് ഇല്ലാതെ വന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യമില്ലാത്ത രീതി വന്നു, ഹോസ്പിറ്റലിൽ നമ്മൾ MT ആയി, അങ്ങനെയുള്ളത്. ഇതൊക്കെ ഗൾഫ് പഠനത്തിൻ്റെ ആ മുതിൻ്റെ നിൽക്കുന്ന കാലത്താണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട്, എങ്ങനെയാണ് ഗൾഫ് മലയാളികളുടെ വരായി കൊണ്ട് നമ്മുടെ നാട് ജീവിക്കുന്നു എന്നുള്ളത്. ഇവിടെ വരുന്ന എല്ലാ മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നതാണ്, ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ചെയ്യും. അവർ ചെയ്യുന്ന അവർക്ക് ലിമിറ്റ്, വളരെ പരിധി കുറവ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവർക്ക് ആർക്കും ആഗ്രഹമില്ലാണ്ടല്ല ചെയ്യാണ്ട് ഞങ്ങൾക്ക് പ്രവാസികൾക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരുമിച്ച് നമ്മുടെ സ്ട്രെങ്ത്ത് ആദ്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഒറ്റ പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി. ഇന്ന് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ഓരോ പഞ്ചായത്തിലും എത്ര വോട്ടുണ്ടായിരുന്നു?
ഞങ്ങൾ കണക്കൂട്ടി, ഞങ്ങളെ പഞ്ചായത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിലുള്ള വോട്ട് ഞങ്ങൾ കണക്കൂട്ടി, ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങൾ കണക്കൂട്ടി, ഞങ്ങളെ മെമ്പേഴ്സിനെ കണക്കൂട്ടി. ഒരിക്കലും വേറെ പാർട്ടി ജയിക്കില്ല അവിടെ. നമ്മൾ പ്രവാസി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയല്ല എല്ലായിടത്തും ഉണ്ടാവുക. അപ്പം അതിൽ നമ്മളെ പ്രവാസി മലയാളികൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയോ രൂപീകരിച്ചിട്ട് ഇപ്പം ഇന്നിവിടെ ഉണ്ടായാലും കമ്മിറ്റി ഉണ്ടല്ലോ മൊത്തം ഇന്ത്യയുടെ എന്നപോലെ മൊത്തം കേരളത്തിൻ്റെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിട്ട് ഒരിക്കലെങ്കിലും അത് നമ്മുടെ നാടിന് കാണിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹമല്ല, മറ്റുള്ളവർ പറയുന്ന ആഗ്രഹം. ലൗഡ് സ്പീക്കറിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഞങ്ങൾക്ക് എഴുതുക ntvu@gmail.com അല്ലെങ്കിൽ വിളിച്ചു പറയുക 050-110-6364. ലൗഡ് സ്പീക്കറിലൂടെ വീണ്ടും കാണാം.